എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ആർക്കൊക്കെയാണ് നൽകാൻ സാധിക്കുക, അതുപോലെ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള വിദ്യാർത്ഥികളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും, അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ കുറിച്ച് അറിയേണ്ട എല്ലാവിധ സംശയങ്ങളും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 മുതൽ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ HSCAP വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അലോട്ട്മെൻറ്റിലെ അതായത് അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇതുവരെയായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ മുൻപ് അപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ടെങ്കിലും കൺഫർമേഷൻ ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിങ്ങനെയൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതുവരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ തെറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് അതായത് നേടിയാൽ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സോ സ്കൂളോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പെർമനൻ്റായിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ കിട്ടിയ സീറ്റ് പോവുകയും പിന്നീട് അലോട്ട്മെൻറ്റുകളിലൊന്നും പങ്കെടുക്കാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഒന്നാമത്തേത് എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇതുവരെ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ. മൂന്നാമത്തേത് എന്ന് പറയുന്നത് അപേക്ഷ നൽകിയ ശേഷം നിങ്ങൾ ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം അപ്ലിക്കേഷൻ കൺഫേം ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ. അതുപോലെ നാലാമത്തേത് എന്ന് പറയുന്നത് അപേക്ഷിച്ചു അലോട്ട്മെൻറ്റ് കിട്ടിയ പക്ഷെങ്കിൽ അപേക്ഷയിലെ തെറ്റ് കാരണം സ്കൂളിൽ നിന്ന് അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കൊക്കെ ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷ ജൂലൈ 1 തീയതി മുതലാണ് ആരംഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട എന്നിവയിലേക്കുള്ള അഡ്മിഷനുള്ള സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് ജൂൺ 21 തീയതി മുതൽ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കമ്മ്യൂണിറ്റി കോട്ടയിലും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലേക്കുമുള്ള അപേക്ഷയാണ് ഈ ഒരു ജൂൺ 21 തീയതി മുതൽ ആരംഭിക്കുന്നത്. മെറിറ്റ് കോട്ടയുടേത് ഈ ഒരു ജൂലൈ 1 തീയതിയാണ് ആരംഭിക്കുന്നത്. കാരണം +1 ക്ലാസ്സുകൾ ജൂൺ 24 തീയതി മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ജൂലൈ 1 തീയതി ആണ്. അതിനിടയിൽ ട്രാൻസ്ഫറും ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷമായിരിക്കും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. കാരണം ഈ ഒരു സ്പോർട്സ് കോട്ടയിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലും ബാക്കി വരുന്ന സീറ്റുകളൊക്കെ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിലേക്കായിട്ട് പൊതു മെറിറ്റ് സീറ്റാക്കിയിട്ട് മാറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ച് ലേറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ജൂലൈ 1 തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ്, അതായത് ആ ഒരു സമയത്ത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് കാണാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാം. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ജില്ലയിൽ അപേക്ഷിക്കണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഓൾറെഡി നോൺ ജോയിനിങ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. ഒരു ഉദാഹരണത്തിന് കാസർഗോഡാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാതിരുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിക്കോടോ അല്ലെങ്കിൽ വയനാടോ കണ്ണൂരോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ അപേക്ഷ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റ് പ്രകാരമുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ പുതിയ ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. അതുപോലെ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ അപേക്ഷയിലെ തെറ്റ് പരിഹരിച്ച ശേഷം വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് തെറ്റ് പരിഹരിച്ച ശേഷം അപേക്ഷയിൽ പുതിയ ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനും തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് കമ്മ്യൂണിറ്റി കോട്ട അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 21 തീയതിയാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെറിറ്റ് കോട്ട, അതായത് മെറിറ്റ് കോട്ട എന്ന് പറഞ്ഞാൽ സാധാരണ
അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ളതാണ്. ആ ഒരു മെറിറ്റ് കോട്ടയുടേത് ഈ ഒരു ജൂലൈ 1-ാം തീയതിയുമാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ദിവസം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ, ഇതുവരെ അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ, ആപ്ലിക്കേഷൻ ആദ്യം നൽകുന്ന സമയത്ത് കൺഫർമേഷൻ ചെയ്യാനായിട്ട് പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ, അപേക്ഷയിൽ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം തെറ്റ് കാരണം അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കും ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നോൺ ജോയിനിങ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ നിലവിൽ ഏത് ജില്ലയിലാണോ നോൺ ജോയിനിങ് ആയിട്ടുള്ളത് ആ ഒരു വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ പ്രകാരം അപേക്ഷ നൽകാവുന്നതാണ്. ഇതുവരെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷ നൽകാതെ വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് കൂടി വിദ്യാർത്ഥികളുടെ അപേക്ഷ നൽകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ജൂലൈ 1-ാം തീയതി മുതൽ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജൂൺ 21-ാം തീയതി മുതൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.